കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ ശരിക്കു പറഞ്ഞാൽ കേരളത്തിനൊരു 11,855 കോടി രൂപ അധിക വരുമാനം കിട്ടി ധനകാര്യ കമ്മീഷൻ്റെ, അത് ശരിയാണ്. പക്ഷേ എയിംസോ അതുപോലെ തന്നെ റെയിൽവേ പദ്ധതികളൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വൈരാഗ്യമാണെങ്കിൽ തമിഴ്നാടിനൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ തമിഴ്നാടിന് മറ്റ് നിരവധി സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിലാണ് സഹായം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെറും ഒരു രാഷ്ട്രീയമായ കാര്യം മാത്രമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടൽ, സ്റ്റേറ്റിൻ്റെ താല്പര്യം, സ്റ്റേറ്റിൻ്റെ തയ്യാറെടുപ്പ്, ഇതും വളരെ പ്രധാനമാണ്. കേരളം കേന്ദ്ര പദ്ധതികൾ ഏറ്റെടുക്കുവാൻ തയ്യാറായോ എന്നുള്ളതും വളരെ ഗൗരവമായൊരു കാര്യമാണ്. ഉദാഹരണം PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതി കേരളം ഏറ്റെടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് കേന്ദ്രത്തിന് കേരളത്തോടൊരു താല്പര്യം കുറയും. ആയുഷ്മാൻ ഭാരത് പദ്ധതി കേന്ദ്രം നടപ്പിലാക്കുന്നില്ല. ജലജീവൻ മിഷൻ പദ്ധതി, നിരവധി പദ്ധതികളാണ് കേരളത്തിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നുകിൽ പാതി വഴി കിടക്കുന്നു, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല. അതിവേഗ റെയിൽവേ 7 കോറിഡോറാണ് ഇന്ത്യയിൽ തുറന്നത്. പക്ഷേ അതിൽ പ്രധാനമായും എല്ലാം കൊണ്ടുപോയത് മുംബൈ പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു, ഡൽഹി വാരണാസി സിലിഗുരി. ഇതെല്ലാ സ്റ്റേറ്റുകളും ഇത് പറഞ്ഞ വാരണാസി മുതൽ സിലിഗുരി വരെയായാലും, ചെന്നൈ ആയാലും, ബാംഗ്ലൂർ ആയാലും, ഹൈദരാബാദ് ആയാലും, പൂനെ ആയാലും, മഹാരാഷ്ട്ര, ഈ സ്റ്റേറ്റുകളിലൊക്കെ വലിയ തോതിൽ എന്ത് കൊണ്ടുപോവുകയാണ്, അത് വികസനം കൊണ്ടുപോകുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ തമിഴ്നാട് BJP ഗവൺമെൻറ് അല്ലല്ലോ, ഇപ്പോൾ ഹൈദരാബാദ് BJP ഗവൺമെൻറ് അല്ലല്ലോ, ഹൈദരാബാദ് ടൗണുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് BJP ഗവൺമെൻറ് അല്ല. എന്നിട്ടും അവർക്കും ഈ പദ്ധതികൾ കിട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് വെറും രാഷ്ട്രീയമായ ഒരു അന്ധതയോ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ മാത്രമല്ല. അതേസമയം കേരളത്തിന് ധാതു ഇടനാഴി എന്ന് പറയുന്ന സംവിധാനത്തിൽ കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ അപൂർവ ധാതുക്കളുടെ ഖനനവും സംസ്കരണവും ഗവേഷണത്തിനുള്ള ധാതു ഇടനാടിൽ കേരളം വന്നിട്ടുണ്ട്. മെഡിക്കൽ ഹബ്ബിലും കേരളം വരാൻ സാധ്യതയുണ്ട്. എയിംസ് കിട്ടിയില്ലെങ്കിലും ആയുർവേദത്തിൻ്റെ റിസർച്ച് സെൻറ്റർ 5 രാജ്യത്ത് തുറക്കുന്നു. അതിലൊരെണ്ണം തിരുവനന്തപുരത്ത് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തന്നില്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ പദ്ധതികൾ ഒന്നും തന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല. നേരത്തെ പറഞ്ഞാൽ 11,855 കോടി രൂപ ഉൾപ്പെടെയുള്ള പൈസയൊക്കെ തന്നു. പക്ഷേ നാളികേരത്തിന് പൈസ തന്നു, പല പദ്ധതി വെച്ചിട്ടുണ്ട്, കുറേ പദ്ധതി വെച്ചു. പക്ഷേ സ്പെഷ്യലായി ഒരു അട്രാക്റ്റീവായിട്ടുള്ള, കേട്ടാൽ പെട്ടെന്ന് അട്രാക്ഷൻ വരുന്ന എയിംസ്, റെയിൽവേ പോലെ അട്രാക്ഷൻ വരുന്ന പദ്ധതികൾ നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഇത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഇന്റേണലായി കൂടി നമ്മൾ ഒരു ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായി ഒരുപാട് പദ്ധതികൾ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു അനുവദിച്ച് കൊടുക്കുന്ന ഇടയിൽ നമുക്ക് എന്തുകൊണ്ട്, കേരളത്തിന് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൻകിട പദ്ധതികൾ കിട്ടുന്നില്ല, പണ്ടും കിട്ടുന്നില്ല. പാലക്കാട് UPA ഭരിച്ചിരുന്നപ്പോൾ പാലക്കാട് ഒരു ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി, അതായത് റെയിൽവേക്ക് കോച്ചുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി പാലക്കാട് വരും എന്ന് പറഞ്ഞ് അവസാനം അത് വലിയ വിവാദങ്ങളിലൊക്കെ പെട്ട് അത് വേറെ രൂപത്തിലേക്കൊക്കെ മാറി. അപ്പം ഞാൻ പറഞ്ഞത് കേരളത്തോടുള്ള ഈ ഒരു സമീപനത്തിൽ വലിയ പ്രശ്നമുണ്ട്. അത് കേരളത്തിനും ആ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. കേരളം കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന സമയത്ത് ആക്ട് ചെയ്യാതിരിക്കുക, വിവിധ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുക, പാതി വഴി വെച്ച് നടപ്പിലാക്കിയാൽ കണക്ക് കൊടുക്കാതിരിക്കുക, അങ്ങനെ കേന്ദ്ര പദ്ധതികളോടൊരു അവഗണന നടത്തി കേരളത്തിൽ അത് രാഷ്ട്രീയമായി മെച്ചം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സമരം ചെയ്യാമല്ലോ. പ്രതിപക്ഷത്തിന് സമരം ചെയ്യാം, ഭരണപക്ഷത്തിന് സമരം ചെയ്യാം. MP-മാർ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു, പാർലമെൻറ്റിൽ MP-മാർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സമരമൊക്കെ ചെയ്യാൻ പറ്റും. അതേസമയം കേരളത്തിന് അനുകൂലമായ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ കേവല രാഷ്ട്രീയ തീരുമാനങ്ങൾ കൊണ്ട് മാത്രം കിട്ടുകയില്ല. മറ്റ് കുറേ തയ്യാറെടുപ്പുകളും ഹോംവർക്കുകളും കേരളം ചെയ്യേണ്ടതുണ്ട്. അതിൽ കേരളം വലിയ വീഴ്ചയാണ് പലപ്പോഴും വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എതിരാളികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും, ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, തമിഴ്നാട് ഭരിക്കുന്ന BJP അല്ലല്ലോ. BJP-യുമായി സനാതനധർമ്മം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വലിയ തർക്കവും വഴക്കും നടക്കുന്ന BJP-യും സ്റ്റാലിനും തമ്മിൽ വലിയ വഴക്കാണ്. അപ്പോഴും സ്റ്റാലിൻ ആവശ്യമുള്ളത് വാങ്ങിച്ചെടുക്കാൻ തമിഴ്നാട് ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കശുവണ്ടി മേഖലയ്ക്ക് 2030 കശുവണ്ടി മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാക്കാനുള്ള പദ്ധതി വച്ചിട്ടുണ്ട്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ബയോഫാർമ ശക്തി എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു പദ്ധതി വച്ചിട്ട് ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ പ്രതിരോധ ശേഷി തകരാർ തുടങ്ങി വർദ്ധിച്ചു വരുന്ന സാംക്രമിക രോഗങ്ങൾക്കും അത്തരം രോഗങ്ങൾക്കുമെല്ലാം എതിരെയുള്ള ബയോഫാർമ ശക്തി എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ്, ഒരു കൺസെപ്റ്റ് തന്നെ രാജ്യത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അത്
ഇതെല്ലാം വിവിധ സംസ്ഥാനങ്ങൾക്ക് ഗുണകരമായി വരുന്നതാണ്. പക്ഷേ കേരളം ഏറെക്കാലമായി നമ്മൾ എയിംസിനെ കുറിച്ച് പറയുന്നു. ഇക്കുറി പുതിയ എയിംസുകളൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. എന്നാൽ കേരളത്തിന് അത് കിട്ടുമെന്നാണ് വലിയ പ്രധാനമായി ഉള്ള ഒരു ചിന്തയിൽ വന്നിട്ടുള്ളത്. 9ാം കേന്ദ്ര ബഡ്ജറ്റാണ് ഇപ്പോൾ നമ്മുടെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അവതരിപ്പിച്ചതിൽ ഒരുപാട് വസ്തുക്കൾക്ക് വില കൂടും. സിഗരറ്റ്, പാൻ മസാല, ഇറക്കുമതി ചെയ്യുന്ന മദ്യം, കോഫി, വെൻഡിങ് മെഷീനുകൾ, ഇറക്കുമതി ചെയ്യുന്ന അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രോ ഫോസ്ഫേറ്റ്, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾക്ക് വില കൂടും. പിന്നെ ഇറക്കുമതി ചെയ്യുന്ന മൃഗങ്ങൾ, പക്ഷികൾ, വളം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നാഫ്ത, വിദേശ കുടകൾ, ATM മെഷീനുകൾ, ആഡംബര വാച്ചുകൾ, ഇതിനെല്ലാം വില കൂടും. അതേസമയം വില കുറയുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയുന്നുണ്ട്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക്, മൈക്രോ ഓവന്, പിന്നെ എനർജി ട്രാൻസിഷൻ യൂണിറ്റ് എക്യുപ്മെൻസുകൾക്ക്, ഇന്ത്യൻ നിർമ്മിതമായ TV, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഗെയിം നിർമ്മാണ പാർട്സ്. അപ്പോൾ ഒരു വശത്ത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്കെല്ലാം ഒരു താല്പര്യം കിട്ടുന്നു. അതേസമയം വിദേശത്തു നിന്നുള്ള പല സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിലും പ്രയാസം കാണിക്കുന്നു. ഈ പ്രയാസങ്ങൾക്കിടയിലും ഞാൻ പറഞ്ഞ പോലെ ഇനി വരുന്ന ഇനിയും പ്രഖ്യാപനങ്ങൾ വരാം. ബഡ്ജറ്റിൻ്റെ സപ്ലിമെൻ്ററി പ്രഖ്യാപനങ്ങൾ വരാം. ആ പ്രഖ്യാപനങ്ങളിലാണ് നമ്മൾ വളരെ കൃത്യമായി ഒരു പ്രതീക്ഷ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ അതുകൊണ്ട് പ്രതീക്ഷ കാണുന്നത്, നോക്കി വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് നോക്കുമ്പോഴും നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം വളരെ അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആദായ നികുതിയിൽ വലിയൊരു നല്ല പരിഷ്കാരം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴും സാമ്പത്തിക വളർച്ചയും ക്ഷേമവും ഒക്കെ ലക്ഷ്യമിടുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ്. ആ ബഡ്ജറ്റിൽ ഞാനീ പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങൾക്ക്, അതാണ് പ്രധാനം, മറ്റ് വിവിധ സംസ്ഥാനങ്ങൾക്ക് അവർ ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിയെടുക്കുന്നതിനും അതിനുള്ളൊരു ഹോംവർക്ക് ചെയ്യുന്നതിനും കഴിയുന്നുണ്ട്. കേരളത്തിന് കേവല രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല കേരളത്തിൻ്റെ പ്രശ്നം, മറ്റൊരുപാട് പ്രശ്നങ്ങളും ഉണ്ട് കേരളത്തിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അതേസമയം ഇത് താഴെത്തട്ടിലുള്ള വായ്പാ ലഭ്യത കൂട്ടുന്നുണ്ട്. വികസിത ഭാരതത്തിലേക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ഥിരത, തുടർച്ചയ്ക്കുള്ളൊരു മുൻഗണന കൊടുക്കുന്നുണ്ട്. നല്ല ദീർഘവീക്ഷണമുള്ളൊരു ബഡ്ജറ്റാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. പക്ഷെ അത് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പിന്നെ കുറേ അധികം ഇപ്പോൾ വിദേശ പഠനത്തിന് ചിലവ് കുറയുന്നുണ്ട്, കയറ്റുമതിക്കാർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നപ്പോഴും വളരെ ഗൗരവതരമായ ചില ചോദ്യങ്ങൾ, നമ്മൾ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. എന്തുകൊണ്ട് കേരളത്തിന് അർഹമായതെന്നോ അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമായതോ കേരളം ഡിമാൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടിയ പദ്ധതികൾ? ഇവിടെ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നൊരു കാര്യവും നമുക്ക് ചർച്ച ചെയ്യാതെ മുന്നോട്ടോ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന് തന്നിട്ടുള്ള പരിപാടികൾ എത്ര കണ്ട് മെച്ചമായി നാം ചെയ്തിട്ടുണ്ട്, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പുതിയ പദ്ധതികൾ കിട്ടുന്നതിനുള്ള ഹോംവർക്കുകൾ. ഇപ്പോൾ എയിംസ് തന്നെ ക്ലാസിക്കൽ എക്സാമ്പിളാണ്. 250 ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും 125 ഏക്കർ സ്ഥലം എടുത്ത് കൊടുത്തുകൊണ്ട് തരാൻ പറ്റില്ല. അപ്പോൾ വളരെ കൃത്യമായ ഒരു ഹോംവർക്ക് ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഹോംവർക്ക് ചെയ്തിട്ട് കേരളത്തിന് കിട്ടുന്നെങ്കിൽ പൊളിറ്റിക്കലായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യണം. പക്ഷേ ആ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കേരള സർക്കാരും പ്രതിപക്ഷവും ഒക്കെ കൂടി പുറത്തുവിടേണ്ടതാണ്. വിവരാവകാശം വഴിയോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ കേരളം സജ്ജമായിട്ടുണ്ടോ ഈ കേന്ദ്ര പദ്ധതികൾ നേടാൻ എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ട്. അത് പലപ്പോഴും അങ്ങനെ സജ്ജമായിട്ടില്ല എന്നാണ് നമുക്ക് സൂക്ഷ്മതലത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്.